തൃശ്ശൂരിൽ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പരിശോധന ശക്തമാക്കുമെന്ന് തൃശ്ശൂർ മേയർ MK വർഗീസ് പറഞ്ഞു. സൂരജ് സജീവ് വിവരങ്ങൾ വച്ചിരുന്നു. സൂരജ്, ആ പരിശോധനയുടെ പശ്ചാത്തലം എന്തായിരുന്നു? കണ്ടെത്തിയത് എന്താണ്? കുറച്ച് നാളുകളായി തുടർച്ചയായി ഈ പൂജപ്പുര സരായത് പഴകിയ ഭക്ഷണം പിടിക്കൽ പരിശോധനയുടെ വാർത്തകൾ കുറച്ച് നാളെ കേൾക്കാതിരിക്കുകയായിരുന്നു. വീണ്ടും തൃശ്ശൂർ ഹോട്ടലുകളിലാണ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയത്. 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഇനി അതിൻ്റെ ബാക്കി പ്രൊസീജിയർ, നോട്ടീസ് കൊടുക്കുക, അടപ്പിക്കുക, പിന്നീട് അത് ക്ലിയർ ആക്കിയതിനു ശേഷം വീണ്ടും സമീപിക്കുക തുടങ്ങിയ ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കുകയായിരിക്കും അവിടെ കാര്യങ്ങൾ. പരിശോധന ശക്തമാക്കുമെന്ന് തൃശ്ശൂർ മേയർ MK വർഗീസ് പറഞ്ഞു. എന്തായാലും പഴകിയ ഭക്ഷണം, ഈ പറയുന്ന ബാക്കി എന്തിൽ തട്ടിപ്പ് കാണിച്ചാലും കഴിക്കുന്ന ഭക്ഷണത്തിൽ തട്ടിപ്പ് കാണിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ പാപപ്പണിയാണ്, പാപക്രിയാണ്, ചെയ്തുകൂടാ. അപ്പോൾ അവർക്കുള്ള ശിക്ഷ കിട്ടട്ടെ. സൂരജ് സജീവ്, സൂരജ്, ആ പരിശോധനയുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഹാഷ്മി, തുടർച്ചയായി ഹോട്ടലുകൾക്കെതിരെ പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഒരു പരിശോധനയിലേക്ക് കടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് പോലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ഇപ്പോൾ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ തൃശ്ശൂരെ സംബന്ധിച്ച് വലിയ ഹോട്ടലുകൾ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം കിട്ടുന്ന ഇടമെന്ന് കരുതി നമ്മൾ ഉൾപ്പെടെ കയറി കഴിക്കുന്ന പല ഹോട്ടലുകളും ഈ പട്ടികയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം. എന്തായാലും മേയർ പറയുന്നത്, മേയർക്ക് ലഭിച്ച പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകൾക്ക് നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. 21 ഹോട്ടലുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ചട്ടപ്രകാരം പാലിക്കേണ്ട ഈ കാര്യങ്ങൾ ആ ഹോട്ടലുകളിൽ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 5 ഹോട്ടലുകളെ കൊണ്ട് പിഴ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 34 ഹോട്ടലുകളിലായിരുന്നു ഇന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിരുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 5 ഹോട്ടലുകളിൽ, ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭക്ഷണമെല്ലാം പിടിച്ചെടുത്ത് ഈ 5 ഹോട്ടലുകളിൽ നിന്നാണ്. എന്തായാലും മേയർ ഇത് സംബന്ധിച്ച് പറയുന്നത്, വരും ദിവസങ്ങളിലും ഈ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആഴ്ചകളിൽ 2 ദിവസം തൃശ്ശൂർ നഗരത്തിലെ എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും മേയർ വ്യക്തമാക്കുന്നു. ഹാഷ്മി, അവിടെ ഓരോരോ ഹോട്ടലിൽ നിന്ന് പിടികൂടിയ ഭക്ഷണം ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്തി അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് വെക്കേണ്ടത് തന്നെയാണ്. കാര്യം ആ ഹോട്ടലുകളുടെ പേര് അറിയാൻ തൃശ്ശൂരുകാർക്ക് അവകാശമുണ്ട്. കാര്യം കയ്യിലെ പൈസ മുടക്കി കയറി കഴിക്കുന്നത് ഇത്രത്തോളം വൃത്തികെട്ട ഭക്ഷണമാണ്, അത്രത്തോളം നീചമായാണ് ഭക്ഷണം കഴിക്കാനെത്തുന്നവരെ ഈ ഹോട്ടലുകാർ കാണുന്നത് എന്നുള്ള കാര്യം ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അറിയണം. ദ കിൻസ് ഹോട്ടൽ വെസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത ബേബി ലീഫ് രാമവർമ്മപുരമോ ആണ് തോന്നുന്നു, അവിടെ നിന്ന് പിടിച്ചെടുത്ത പഴകിയ വസ്തുക്കൾ എന്തായാലും അതങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. സൂരജ്, ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തവ ഏത് ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന ലിസ്റ്റ് വെച്ചുള്ള പ്രദർശിപ്പിക്കൽ നേരത്തെയും ചെയ്യുന്നതാണ് അല്ലേ സൂരജ്? അതെ ഹാഷ്മി, അത് നേരത്തെയും ചെയ്യുന്നതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ മുന്നിൽ തന്നെയാണ് ഈ പിടിച്ചെടുത്ത 5 ഹോട്ടലുകളുടെയും പേരും സ്ഥലവും എഴുതിക്കൊണ്ട് ഇത് പ്രദർശിപ്പിക്കുന്നത്. അത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകണമെന്ന ബോധ്യത്തോടു കൂടിയാണ്. കിങ്സ് ഹോട്ടൽ വെസ്റ്റ് ഫോർട്ട്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റോർ കൊക്കാല, അതുപോലെ തന്നെ നവ്യ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപത്തുള്ള ഹോട്ടലാണ്. അങ്ങനെ ഓരോ ഹോട്ടലുകളുടെയും പേരെഴുതി അവിടെ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ ഇത് ഈ ചിക്കനൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇവർ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് കൊടുക്കുക. അത് മീനുണ്ട്, പനീറുണ്ട്, അങ്ങനെ പല പഴകിയ വിഭവങ്ങൾ. അതായത് ഇതിനടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോലും ഇതിൽ നിന്ന് വരുന്ന ഈ ദുർഗന്ധം സഹിച്ച് ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെയാണ് നമ്മളൊക്കെ വിശ്വസിച്ച് കയറുന്ന ഹോട്ടലുകളിൽ നിന്ന് നമ്മുടെ തീൻമേശകളിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ ദയനീയമായ ഒരു കാഴ്ച ഈ പഴകിയ ഭക്ഷണങ്ങളാണ് ഈ തൃശ്ശൂരിലെ ഈ ഹോട്ടലുകളിൽ കൊടുത്തിരുന്നതെന്നുള്ളത് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. 34 ഹോട്ടലുകളിലായിരുന്നു ഇന്ന് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധന. അതിലാണ് ഈ കാണുന്ന കിൻസ് ഹോട്ടൽ അടക്കം 5 ഹോട്ടലുകളിൽ നിന്ന് ഇപ്പോൾ ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ പറയുന്നത്, തൃശ്ശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഗുണനിലവാരമുള്ള ഭക്ഷണം എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്, അത് ലഭ്യമായേ തീരൂ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട്, അതായത് ഈ ഒരു പരിശോധന കഴിഞ്ഞ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം പരിശോധന എന്നുള്ള നടപടികളിൽ നിന്ന് അടിമുടി മാറുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പകരം ആഴ്ചയിൽ 2 ദിവസം ഇനി മുതൽ എല്ലാ ഹോട്ടലുകളിലും പരിശോധന ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനി 2 ദിവസം, അത് കഴിഞ്ഞ് വരുന്ന നാളത്തെ കഴിഞ്ഞ് വീണ്ടും പരിശോധനയ്ക്ക് ഇറങ്ങാനാണ് നിലവിൽ ഈ സംഘത്തിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ നഗരത്തിലുടനീളം ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. എന്തായാലും ഈ പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണങ്ങളെല്ലാം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ മുന്നിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പേരെഴുതി കൊണ്ട് തന്നെ ഇത് പ്രദർശിപ്പിക്കുന്ന നടപടിയിലേക്കും കടന്നിട്ടുണ്ട്. കാശ്മീർ. ഓക്കെ.
പിടിച്ചെടുത്ത ഭക്ഷണം അവിടെ നിരത്തി വെച്ച് ഏത് ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് ലിസ്റ്റൊക്കെ വെച്ച് ചെയ്യുകയാണ്. മാതൃകാപരമാണ്. കാര്യം അതൊരു പാഠമാണല്ലോ. അത് ബാക്കിയുള്ള ബാക്കി അത്തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പാഠമാണ്. ആ പാഠം നല്ല പാഠമാണ്.